വീണ്ടും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരിക്കുകയാണ് കേട്ടോ സഞ്ജു സാംസൺ. വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിൻ്റെ 4ാമത്തെ മത്സരം ജാർഖണ്ഡുമായിട്ടാണ് കേട്ടോ നടക്കുന്നത്. ആ ഒരു 4ാമത്തെ മത്സരത്തിലായിരുന്നു കേട്ടോ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ ജാർഖണ്ഡ് 50 ഓവറിൽ 311 റണ്ണാണ് കേട്ടോ അടിച്ചു കൂട്ടിയത്. 50 ഓവറിൽ 312 എന്ന് പറഞ്ഞൊരു ലക്ഷ്യമായിട്ട് കേരളം ഇറങ്ങുമ്പോൾ അതിന് ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയത് രോഹൻ കുന്നുമലും സഞ്ജു സാംസണും ആയിരുന്നു കേട്ടോ. പതിവിലും വിപരീതമായിരുന്നു കേട്ടോ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങിയത്. സാധാരണ 1 ഡൗണോ അല്ലെങ്കിൽ 2nd ഡൗണോ ഇറങ്ങുന്ന സഞ്ജു സാംസൺ ഇപ്രാവശ്യം ഓപ്പണിംഗ് ഇറങ്ങിയത് വെറുതെ ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല ബാറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ കാഴ്ചവെച്ചത്. എന്തായാലും ഇറങ്ങിയ ചാൻസ് മുതലെടുത്തിരിക്കുന്നു കേട്ടോ സഞ്ജു സാംസൺ. ഫസ്റ്റ് വിക്കറ്റിൽ 25 ഓവറിൽ 212 റണ്ണാണ് കേട്ടോ രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടിയത്. ഇതിൽ മെയിനായിട്ടും നല്ലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചിരിക്കുന്നത് രോഹൻ കുന്നുമലാണ് കേട്ടോ. 78 ബാളിൽ 124 റണ്ണാണ് കേട്ടോ അടിച്ചു കൂട്ടിയത്. അതിൽ 11 സിക്സറുകൾ മെയിനായിട്ട് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലോ ആയിട്ടുള്ളൊരു ഇന്നിങ്സാണ് നമ്മുടെ സഞ്ജു സാംസൺ അവിടെ കാഴ്ചവെച്ചിരിക്കുന്നതെങ്കിലും ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടൊരു നല്ലൊരു പക്വതയായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. രണ്ടുപേരും കൂടിയിട്ട് ഓപ്പണിംഗിൽ 212 റണ്ണ് എന്നുള്ളത് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് അവിടെ ഉണ്ടാക്കിയെടുത്തു ആദ്യം തന്നെ. എന്നിട്ട് സ്കോർ 212 നിൽക്കുന്ന സമയത്ത് രോഹൻ കുന്നുമൽ ഔട്ടാവുകയും അതിനുശേഷം 95 ബാളിൽ സഞ്ജു സാംസൺ 101 റൺ അടിച്ച് ഔട്ടാവുകയും ചെയ്തു കേട്ടോ. സഞ്ജു സാംസൺ ഔട്ടാവുമ്പോഴേക്കും ടീമിൻ്റെ വിജയം ഏകദേശം കൺഫേം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വന്ന ബാബ അപർജിത്തും വിഷ്ണു വിനോദും കൂടി ചേർന്നിട്ട് ഈസി ആയിട്ട് കളി ജയിപ്പിക്കുകയും ചെയ്തു കേട്ടോ. കളി 42.3 ബാളിൽ 311 റണ്ണ് എന്നുള്ള ടാർഗറ്റ് ഈസി ആയിട്ടായിരുന്നു കേട്ടോ കേരളം അടിച്ചെടുത്തത്. ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയ ജാർഖണ്ഡിന് ഓപ്പണിംഗ് ആയി ഇറങ്ങിയവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇടയിൽ ഇറങ്ങിയ കുശാഗ്ര 143 റണ്ണ് അടിച്ചു കൂട്ടിയിട്ടാണ്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തതും അദ്ദേഹമായിരുന്നു കേട്ടോ. പിന്നെ അനുകുൽ റോയ് എന്ന് പറഞ്ഞൊരു പ്ലെയർ 72 ബോളിൽ 72 റണ്ണ്. ഇവരുടെ രണ്ടുപേരുടെ ഇന്നിങ്സും കൂടി ചേർത്തിട്ടാണ് കേട്ടോ 310 റണ്ണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാർഗറ്റ് അവിടെ പടുത്തുയർത്തിയത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ജാർഖണ്ഡ് അവിടെ ബാറ്റിംഗ് കാഴ്ചവെച്ചത്. പക്ഷെ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് സഞ്ജു സാംസൻ്റെയും രോഹൻ കുന്നുമലിൻ്റെയും ബാറ്റിങ്ങിൻ്റെ ഇടയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ജാർഖണ്ഡിന് ഇങ്ങനെ ഒരു തോൽവി ഏൽക്കാനുള്ള ഒരു കാരണം ഉണ്ടാകും.